നെഞ്ചിലെരിതിയേ എങ്കിലും നീയേ പുഞ്ചിരികളോടെ പോവതെങ്ങു ദൂരെ. ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അറബിയുടെ വീട് സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, ഒരു നോർമൽ അറബിയുടെ വീട് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് അറബികൾ മാത്രം താമസിക്കുന്ന ഒരു ഏരിയയിലേക്കാണ് കേട്ടോ. പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രം. ഇത് ഈ കാണുന്ന വലിയ ഡോറിലൂടെയാണ് നമ്മൾ വീടിനകത്തേക്ക് കയറുന്നത്. ഇതുപോലത്തെ വലിയ വിൻഡോസുകളാണ് ഈ വീട്ടിൽ ഫുള്ള് കാണാനായിട്ട് കഴിഞ്ഞത്. കയറി വരുമ്പോൾ തന്നെ ഒരു സിറ്റ് ഔട്ട്, അതിനോട് ചേർന്നിട്ടാണ് മാസ്റ്റർ ബെഡ്റൂം. ഈ കാണുന്ന കോറിഡോർ അങ്ങ് ബാക്ക് സൈഡ് വരയ്ക്കും നീണ്ടു കിടക്കുന്നു. പിന്നെ അതിനോട് ചേർന്നിട്ടൊരു വിശാലമായിട്ടുള്ള ഒരു സ്പേസ്, ഈ നാലുകെട്ടിൻ്റെ അകത്തളൊക്കെ കാണുന്നത് പോലെ. അതിനപ്പുറത്ത് കാണുന്ന വലിയ വീടില്ലേ, അത് ഇവരുടെ തന്നെയാണ്. ഇത് അവരുടെ ചെറിയൊരു ഗസ്റ്റ് ഹൗസ് മാത്രം. പിന്നെ ഈ കാണുന്നതാണ് ഇവരുടെ ലിവിങ് ഏരിയ. റൂഫൊക്കെ കാണിച്ചു വെച്ചിങ്ങനെ കണ്ടാ. ഈ ഒരു ഏരിയ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ, പ്രയർ ഏരിയ എന്ന് തോന്നുന്നുണ്ട്. ബാത്റൂമിനോട് ചേർന്നിട്ടുള്ള ഡ്രസ്സർ ഏരിയ ഇതുപോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാ ബെഡ്റൂമിലും ഇതുപോലെയാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാത്റൂമുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഇതൊരു 1.5 ബാത്റൂമുകൾ വരുന്നേ. നമ്മൾ ഇൻറ്റീരിയർ ചെയ്തുകൊണ്ട് പറയല്ല, സംഭവം കിടക്കി. പിന്നെ ഇതുപോലെ അടച്ചു പൂട്ടി കിടക്കുന്ന ഒരു തെക്കിനി എനിക്കിവിടെ കാണാനായിട്ട് പറ്റും. ഞാൻ വർക്ക് ചെയ്യുന്നത് പ്ലാറ്റിനം ഇൻറ്റീരിയേഴ്സ് എന്ന് പറഞ്ഞ കമ്പനിയിലാണ്. എനി മോർ ഫർദർ ഇൻഫർമേഷൻസ് പ്ലീസ് കോൺടാക്ട് മീ. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നല്ല വീഡിയോസ് വേണ്ടി വീണ്ടും കാണാം. അതുവരെയും സ്റ്റേ സേഫ്, ഹാവ് എ ഗുഡ് ഡേ. ഓ, അങ്ങനെ വൈകുന്നേരമായി. ഇനി റൂമിലെത്തണം, കിടക്കണം, ഉറങ്ങണം, നാളെ വീണ്ടും ജോലിക്ക് പോകണം.